A4 സൈസ് പേപ്പറിന് ഒരു അടിപൊളി ബോക്സ് വെക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോ. ഞാനിപ്പോൾ യെല്ലോ എടുത്ത് ഞാൻ നല്ല ലൈനായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറെ ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളറോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യും. ഞാനിപ്പോൾ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആ ഒരു ലൈനിൽ തിരിച്ച് ലൈൻ ഇടുകയാണ്. അപ്പോൾ അടിപൊളി ഡിസൈൻ എനിക്ക് തോന്നും. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ഇട്ടു. പിന്നെ എൻ്റെ അങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് മറ്റേ അളവൊക്കെ അനുസരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ലൈൻസൊക്കെ വരച്ചാണ് അളവെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോകും പെട്ടെന്ന്. നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് മാറി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അളവൊക്കെ എടുത്താണ് ചെയ്തത്. അതിനായിട്ട് വരൊക്കെ വരച്ചു. പിന്നെ ഇങ്ങനെ എടുത്ത് അങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി പിന്നെ അതിനെടുക്കുക. എന്നിട്ട് സൈഡിൽ മടക്കി കൊടുക്കുമ്പോൾ മടക്കി കൊടുക്കുക. നന്നായിട്ട് മടക്കി കൊടുത്തിട്ടാണെങ്കിൽ നന്നാവില്ല. എന്നിട്ട് പിന്നെ ആ സെയിം സാധനം ചെയ്യാം. എടുക്കണം. എന്നിട്ട് ഇങ്ങനത്തെ തീരണേ. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് കത്രിക വെച്ച് ഒന്ന് കണ്ടിക്കാം. നന്നായിട്ടൊന്ന് കണ്ടിച്ചെടുത്തോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് കണ്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ചില സമയത്തൊന്നും കണ്ടിട്ടില്ല. കണ്ടിക്കുക. പിന്നെ നമ്മൾ സൈഡിലൊക്കെ കുറച്ച് പശ ഒഴിക്കുകയാണ്. അത് നിങ്ങൾക്ക് മറ്റേ ഗ്ലൂ ഒക്കെ തേച്ച് നമ്മളൊന്ന് നന്നായിട്ട് ലീക്ക് ആവാതിരിക്കാൻ ഞാനിങ്ങനെ പരത്തി കൊടുത്തു. രണ്ട് സൈഡിലും സെയിം ആയിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ തേച്ചൊരു ഭാഗമില്ലേ, അത് നേരെ മറിച്ച് ആ ഒരു നമ്മൾ കട്ട് ചെയ്തൊരു ഭാഗമല്ലേ അതിൽ ഒട്ടിച്ച് അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിം ആയിട്ട് ഫസ്റ്റ് ചെയ്ത പോലെ ഇങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്. ആ സെയിം സാധനം എല്ലായിടത്തും പശ തേക്കുക, അങ്ങനെ ചെയ്യുക, ഒട്ടിക്കുക. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുളമായി പോവും. എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുളമായി പോവും. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഡെക്കറേഷന് വേണമെങ്കിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്ത് ഞാൻ